ഒപ്പം പോലൊരു ഇവന്റ് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. കേരളത്തിൻ്റെ വിവിധമായ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കോഴിക്കോടുള്ളവരെ തറവാട്ടിൽ ഒരുമിച്ച് കൂടുന്നു. തറവാട് എന്നുള്ളതൊന്നും കേവലം പ്രയോഗമൊന്നുമല്ല, മറിച്ച് ഒപ്പം എക്സ് ആൻഡ് വൈ ഫാമിലി മീറ്റ് എന്ന പ്രോഗ്രാം മൊത്തമായിട്ട് നമ്മൾ ത്രെഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേനലവധിക്കാലത്ത് നമ്മൾ തറവാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ തറവാട്ടിലേക്ക് പോകുമ്പോഴുള്ള ഒരു ഫീലിംഗ് കിട്ടണമെന്ന രീതി തന്നെയാണ്. ഒരിക്കലും ഇതുവരെ കാണാത്ത അവരുടെ മെൻറ്റേഴ്സിനെ, പ്രിയ അധ്യാപകരെയും കാണാൻ വേണ്ടിയിട്ട് അവർ ഒത്തുചേരുന്നു. അപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് മനോഹരമായ നിമിഷങ്ങളുണ്ട്. ഒരുപാട് ആലിംഗനങ്ങൾ, കണ്ണീരുകൾ, ചിരികൾ, ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ. സെക്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻറ്റീഗസിൽ തുടങ്ങി നിസാർ പട്ടോൺ സർ, അതുപോലെ തന്നെ ബാബു രാമചന്ദ്രൻ സർ, ഇതിലൊക്കെ തുടങ്ങിയിട്ട് അജ്മൽ സാറിൽ അവസാനിക്കുന്ന സെക്ഷനിലായിരുന്നു. അജ്മൽ ഖാൻ്റെ സെക്ഷൻ എങ്ങനെ വേണമെന്നുള്ള ത്രെഡ് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ തറവാട്ടിലൊക്കെ പോയി ഇറങ്ങുമ്പം വല്യമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയൊക്കെ നമുക്ക് തരുന്ന ചില ഒരുപാട് കാലങ്ങളോളം കാത്തു വെച്ചിട്ടുള്ള മധുര പലഹാരങ്ങൾ നമുക്ക് ചിലപ്പോൾ ആരും കാണാതെ കയ്യിൽ തരും, അല്ലെങ്കിൽ ഒരു 50 രൂപയ്ക്ക് തരുന്നതാണ്. ഇതുപോലൊരു ഫീലിംഗ് കിട്ടണം എന്നുള്ളതായിരുന്നു. അതിൻ്റെ എക്സാക്റ്റ് പെർഫെക്റ്റ് ഈ ഫീലിംഗ് തന്നെ അജ്മൽ സാറും ആ ഒരു സെക്ഷൻ ഹോസ്റ്റ് ചെയ്യുകയുണ്ടായി. സ്വാഭാവികമായിട്ട് ഒരു മനോഹരമായ കുടുംബ ചേരലിൻ്റെ തീമിലായിരുന്നു ഒപ്പം എക്സ് ആൻഡ് വൈ ഫാമിലി മീറ്റ് അവസാനിച്ചിട്ടുള്ളത്. എക്സ് ആൻഡ് വൈ ഫാമിലി മീറ്റ് കഴിഞ്ഞപ്പോൾ നിരന്തരം നേരിട്ട ചോദ്യമായിരുന്നു, വെറും 12 ദിവസം കൊണ്ട് നിങ്ങളെങ്ങനെ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത്. ഉത്തരം വളരെ ലളിതമാണ്. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് എക്സ് ആൻഡ് വൈ ടീം എപ്പോഴും ലഭ്യമായിരുന്നു. സോ ഞങ്ങൾ ഒരു ദിവസത്തേക്ക് അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അവരും അവരുടെ രക്ഷിതാക്കളും വരണമെന്ന് പറഞ്ഞപ്പം അവർ വരികയും ഒപ്പത്തിൽ നമ്മളങ്ങനെ വലിയൊരൊന്നായ ഒരു മനോഹരമായ മുഹൂർത്തം ഉണ്ടാവുകയും ചെയ്തു.